വി വോൺ ഗൈസ്. അങ്ങനെ എഫ് സി ഗോവയ്ക്കെതിരായിട്ടുള്ള വിജയത്തോടു കൂടി 6 ഗെയിംസ് അൺബീറ്റൻ ജേണി നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ എഫ് സി ഗോവയ്ക്കെതിരെ പ്രഷർ ഇട്ടെങ്കിലും ഗോളൊന്നും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഫസ്റ്റ് ഹാഫിൽ രണ്ട് ടീമിൻ്റെയും ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിരുന്നു. അങ്ങനെ ഗോൾ രഹിത ആദ്യ പകുതിയാണ് നമ്മൾ കണ്ടത്. സെക്കൻഡ് ഹാഫ് ആയതോടുകൂടി ഗെയിം കൂടുതൽ ഇൻറ്റൻസ് ആവാൻ തുടങ്ങി. അങ്ങനെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ 47-ാം മിനിറ്റിൽ കെവിൻ ജോക്കിൻ്റെ ബോക്സിന് വെളിയിൽ നിന്നൊരു ലോങ് റേഞ്ച് ഷോട്ട് ഗോൾ വല കാണുകയാണ് ചെയ്തത്. കെവിൻ ജോക്ക് സീസണിലെ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുകയാണ്. വെൽ ഡിസർവിങ് ഗോൾ എന്ന് തന്നെ അതിനെ പറയാം. അത് കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷം നമ്മൾ എഫ് സി ഗോവയുടെ ഈക്വലൈസർ ഗോൾ കണ്ടു. ആ ഗോൾ ദീർഘസമയം നിലനിർത്താൻ എഫ് സി ഗോവയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെ 80-ാം മിനിറ്റിൽ കോർണർ കിക്കിൽ നിന്ന് കിട്ടിയ അവസരം ഫൗള് ഹെഡ് ചെയ്ത് സ്കോർ ചെയ്തു. ആ ഗോളിലൂടെ 2-1 സ്കോർ ലൈനിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തി. ഹോം മാച്ചിൽ ഫാൻസിന് മുമ്പിൽ തുടർച്ചയായ 6 മത്സരം വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. സീസണിലെ അവസാന മത്സരമായിരുന്നത്. ഒരു വിജയത്തോടുകൂടി ഈ സീസൺ അവസാനിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു.